നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കാട്ടാന ആക്രമണമടക്കമുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുമ്പോൾ താൽക്കാലിക വനം വകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിട്ട് DFOയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത് RRT, സെന്റർ നഴ്സറി, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള വാച്ചർമാരെ പിരിച്ചുവിടുമെന്ന്. താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടത് നേതാക്കൾ. തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച യുവാവിന്റെ പരാക്രമം. ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മുട്ടം സ്വദേശി പ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് 21-ന് കട്ടപ്പനയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ. കട്ടപ്പനയിലെത്തുന്ന ജാഥയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകും. സമ്മേളനത്തിൽ 15,000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്നും നേതൃത്വം. കട്ടപ്പന നഗരസഭാ ബജറ്റ് ഭരണസമിതി പാസാക്കി. നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന UDF കൗൺസിലർമാർ. എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്ന് LDFന്റെ ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാന ആക്രമണമടക്കമുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുമ്പോൾ താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിട്ട DFOയുടെ ഉത്തരവ്. മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെയാണ് പിരിച്ചുവിടുന്നത്. RRT, സെന്റർ നഴ്സറി, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള വാച്ചർമാരെ പിരിച്ചുവിടുമെന്ന ഉത്തരവ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 9-നാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, ദേവികുളം, നേര്യമംഗലം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകളിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത്. മാർച്ച് 31-ന് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. വനവികസനം തുടങ്ങിയ ബഡ്ജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലിയാണ് നഷ്ടമാവുക. ഈ ബജറ്റ് ഹെഡുകൾ വഴി വരുന്ന പണമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളമായി നൽകിയിരുന്നത്. 925 രൂപ ദിവസ വേതനം പറയുന്നുണ്ടെങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് 15,000 രൂപ വരെ മാത്രമാണ്. 30 ദിവസം പൂർണ്ണമായി ജോലി ചെയ്താലും പകുതി ശമ്പളം മാത്രമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ലഭിക്കുന്നത്. ഇതും മാസങ്ങളായി കുടിശ്ശിക നിലനിൽക്കുന്നതായും ആരോപണമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താൽക്കാലിക വാച്ചർമാരുടെ പിരിച്ചുവിടലും ഉണ്ടായിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടത് നേതാക്കൾ. വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് LDF നിലപാടെന്ന് ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. വനമന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിക്കണമെന്നും ശിവരാമൻ ആവശ്യപ്പെട്ടു. വന്യജീവി ശല്യം രൂക്ഷമായി നിലനിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേര്യമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ DFOയുടെ ഉത്തരവിന് പിന്നാലെയാണ് വനംവകുപ്പിനെയും മന്ത്രിയെയും വിമർശിച്ച് ഇടുക്കിയിലെ ഇടത് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. വാച്ചർമാരെ പിരിച്ചുവിടുന്ന നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടത് ജനങ്ങളുടെ കൂടെ ആവശ്യമാണ്. വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് LDF നിലപാടെന്ന ജില്ലാ കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾ തടയുവാനും കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുവാനും ബാധ്യതയുള്ളവരാണ് ഈ വാച്ചർമാരെന്ന് പറയുന്നത്. ആ വാച്ചർമാരെ ഇത്തരം ഒരു ഘട്ടത്തിൽ ജില്ലയിലെ കാർഷിക മേഖല വന്യജീവി ആക്രമണങ്ങളിൽപ്പെട്ടൊരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് വാച്ചർമാരെ പിരിച്ചുവിടാൻ എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഏകാധിപത്യപരമായ തീരുമാനമാണത്. ആ തീരുമാനം റദ്ദാക്കപ്പെടണം. ഗവൺമെൻറ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം. ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞ് കൃഷിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഉണ്ടാവണം. വനം വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. ഒരു DFO 100 വാച്ചർമാരെ പിരിച്ചുവിടാൻ ഏകപക്ഷീയ തീരുമാനം എടുക്കുകയും ഉത്തരവിറക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഉത്തരേന്ത്യയൊന്നുമല്ല. ഇത് കേരളമാണ്. കേരളം എന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയമില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്നു. വനംവകുപ്പ് മന്ത്രി ഇടപെട്ട് സർവകക്ഷി യോഗം വിളിച്ച പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്നും KK ശിവരാമൻ ആവശ്യപ്പെട്ടു. അതേസമയം പിരിച്ചുവിടൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് വാച്ചർമാരുടെ ഇടതുപക്ഷ സംഘടനകളും.
ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ പകൽ സമയത്തും കാട്ടാന ഇറങ്ങി. ചിന്നക്കനാൽ മോൺഫോർട്ട് സ്കൂളിന് സമീപമാണ് ആന എത്തിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയത് മുറിവാലനാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ചക്കക്കൊമ്പനും സമീപ മേഖലയായ BL റാമിന് സമീപം എത്തിയിരുന്നു. 2 ദിവസങ്ങളിലായി പകൽ സമയത്തും ജനവാസ മേഖലയിൽ ഒറ്റയാന്മാർ എത്തുന്നുണ്ട്. പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സ്കൂളിന് സമീപം ഉച്ചയോടെയാണ് മുറിവാലൻ എത്തിയത്. സമീപത്തെ റോഡിലൂടെയും കൃഷിയിടങ്ങളിലൂടെയും ആന സ്വൈര്യവിഹാരം നടത്തി. ചക്കക്കൊമ്പനും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഒറ്റയാന്മാർ പകൽ സമയത്തും ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കിടെ 2 പേരാണ് ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച യുവാവിന്റെ പരാക്രമം. ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മുട്ടം സ്വദേശി പ്രസാദിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. തൊടുപുഴ മുട്ടം സ്വദേശിയായ പ്രസാദ് സഹകരണ സംഘത്തിൽ 5 ലക്ഷത്തിന്റെ ചിട്ടി ചേർന്നിരുന്നു. പല തവണകളിലായി 1,20,000 രൂപ ചിട്ടിയിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ചിട്ടി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടച്ച തുക തിരികെ വേണമെന്ന് പ്രസാദ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടു. തുക തിരികെ നൽകണമെങ്കിൽ അപേക്ഷ നൽകണമെന്നും കമ്മിറ്റി കൂടിയ ശേഷം പണം തിരികെ നൽകാമെന്നും അധികൃതർ അറിയിച്ചു. തുടർന്ന് ബാങ്കിലെത്തിയ പ്രസാദ് വാതിലുകൾ അടച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കുപ്പികൾ ബാങ്കിനുള്ളിലേക്ക് എറിയുകയായിരുന്നു. തുടർന്ന് ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സമയം വനിതാ ജീവനക്കാരടക്കം ബാങ്കിൽ ഉണ്ടായിരുന്നതായി ബാങ്ക് അധികൃതർ പറഞ്ഞു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കമ്മിറ്റി കൂടുമ്പോൾ തന്നെ പിറ്റേ ദിവസം ഞാൻ തന്നേക്കാം, ആ പൈസ 1,20 തന്നേക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കേൾക്കാതെ ഇന്ന് വന്ന് പെട്രോൾ ഒഴിക്കുവാണ്. പെട്രോൾ കുപ്പിക്കകത്ത് പൊട്ടിക്കുവാണ്. ലേഡീസ് സ്റ്റാഫ് ഉൾപ്പെടെയുണ്ട്. ഇന്നലെ വന്നും വളരെ മോശമായിട്ട് പുള്ളി സംസാരിച്ചതാണ്. അല്ലെങ്കിൽ മാന്യമായിട്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഒരു കുഴപ്പമില്ല. എന്ന് ചോദിച്ചാൽ പൈസ ഇങ്ങനെ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ എടുത്ത് കൊടുക്കുക. എന്ന് ചോദിച്ചാൽ സംഘം നിലനിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ അത്യാവശ്യമാണ്. എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് പേര് ഞങ്ങളെ വിശ്വസിച്ച് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളതുണ്ട് കുറച്ച് പേരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ടും മറ്റുള്ളതിനെല്ലാം ഇവിടുന്ന് ലോൺ കൊടുത്ത് കുറേ പേരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കണക്കാക്കാതെ ഒരാൾ വരുത്തി വെച്ച വിനയാണ് ഇന്ന് ഈ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മൊത്തം പെട്രോൾ ഒഴിച്ചു 3-4 കുപ്പിക്കകത്താക്കിയാണ് പുള്ളി വന്നത്. അത് അടിച്ചു പൊട്ടിക്കുമായിരുന്നു. എന്നിട്ട് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് പുള്ളി അകത്തിരിക്കുവാണ്. ലാമ്പും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കത്തിക്കും എന്നുള്ള രീതിയിൽ. ആദ്യം ഒഴിച്ചത് എൻ്റെ ക്യാമ്പിലേക്കാണ് ആദ്യം ഒഴിച്ചത്. ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രസാദിനെ കസ്റ്റഡിയിലെടുത്തത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി. എന്നെ പറ്റിച്ചിട്ട് എനിക്ക് വിലക്കാം അല്ലെ, എന്നെ പറ്റിച്ചിട്ട് എനിക്ക് വിലക്കാം അല്ലെ, നല്ല പോലീസ് നിയമം. കഴിഞ്ഞ ദിവസം പ്രസാദ് ബാങ്കിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പേരിൽ ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് 21-ന് കട്ടപ്പനയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പനയിലെത്തുന്ന ജാഥയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകും. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനമാണ് കേരളം. സർക്കാർ അർദ്ധ സർക്കാർ നിയമനങ്ങൾ പാർട്ടിക്കാർ കൈക്കലാക്കിയതോടെ ചെറുപ്പക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന അഴിമതിക്ക് CPM പ്രതിരോധം തീർക്കുന്നത് ലജ്ജാവഹമാണ്. മുഖ്യമന്ത്രിയുടെ ആർഭാട ജീവിതം കണ്ട കേരളം അന്താളിച്ചു നിൽക്കുകയാണ്. ഇത്തരം ദുർഭരണത്തിനെതിരെയാണ് സമരാഗ്നി പ്രക്ഷോഭ ജാഥ പര്യടനം നടത്തുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. കട്ടപ്പന, നെടുങ്കണ്ടം, പീരുമേട്, ഏലപ്പാറ ബ്ലോക്കുകളിൽ നിന്നുള്ള പ്രവർത്തകരും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം, വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകരുമാണ് കട്ടപ്പനയിലെ സ്വീകരണത്തിൽ പങ്കെടുക്കുകയെന്ന് സ്വാഗത സംഘം ജനറൽ കൺവീനർ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു പട്ടയം പോലും കൊടുക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ചെന്നെത്തി നിൽക്കുകയാണ്.
ഇത് മുഴുവനും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയാണ്. ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെൻറ്. ഏതെങ്കിലും സംഘടനകൾ പ്രകൃതി സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അവരൊക്കെ തൃശ്ശൂരും എറണാകുളത്തും താമസിക്കുന്നവരാണ്, അവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരെ കോടതിയിൽ കേസുമായി പോകുന്നു. ആ കേസുമായി പോകുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകർ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. 1964 പട്ടയങ്ങളുടെ കാര്യത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ സർക്കാർ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചിടത്തോളം കോടതി ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും പട്ടയം കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇടുക്കിയിലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ. 15,000 പ്രവർത്തകർ നഗരത്തിൽ പ്രകടനമായി എത്തിച്ചേരും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ചെയർമാനായും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജനറൽ കൺവീനറുമായി 501 സ്വാഗത സംഘ കമ്മിറ്റിയെയും രൂപീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, KJ ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ ബജറ്റ് ഭരണസമിതി പാസാക്കി. നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്ന് LDF കൗൺസിലർമാർ ആരോപിച്ചു. നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. ഇന്നലെ അവതരിപ്പിച്ച 2024-25 വർഷത്തെ കട്ടപ്പന നഗരസഭയുടെ ബഡ്ജറ്റ് ഇന്ന് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല. പക്ഷേ വാഴവര അർബൻ PHSയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിച്ചിട്ടില്ലായിരുന്നു. അത് ഒരു ഭേദഗതി എന്ന നിലയിൽ അതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വകകൊള്ളിക്കും. മറ്റ് പദ്ധതികളെല്ലാം അംഗീകരിച്ച എല്ലാ കൗൺസിലേഴ്സിനോടും നന്ദി അറിയിക്കും. എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നാണ് LDF കൗൺസിലർമാരുടെ ആരോപണം. ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പും വെട്ടിപ്പും, യാതൊരു കാര്യവും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ്. കല്യാണത്തിന്റെ ടൂറിസം, അത് റവന്യൂ വകുപ്പിൽ നിന്ന് വിട്ടിട്ടിട്ടുള്ള ഭൂമി, തണലിടം പദ്ധതി ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലത്താണ് നടപ്പിലാക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൗസിംഗ് ബോർഡ് കൊടുക്കുമോ? അതിന് അനുമതി കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷം കൊടുത്തതിനേക്കാൾ കൂടുതൽ 1,30,00,000 രൂപ 24-25 സാമ്പത്തിക വർഷം സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. നിസ്സാര തുകയല്ല. 1,30,00,000 രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ അത് 15 കോടി കൊടുത്തെടുത്ത് 16 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ എടുത്തത്. അതുപോലെ തന്നെ നടത്തിയിരിക്കുന്ന കാർഷിക മേഖലയിൽ എല്ലാ കൊല്ലവും ചെയ്യുന്ന പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. വളം കൊടുക്കുന്നതിന് വേണ്ടി 50,00,000 രൂപ കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് വകയിരുത്തി. ഇപ്രാവശ്യം 35 ലക്ഷം വളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൂ. മുൻവർഷങ്ങളിലെ ബജറ്റുകളുടെ ആവർത്തനമാണെന്ന് BJP കൗൺസിലർമാരും കുറ്റപ്പെടുത്തി. കാരണം ഈ 3 വർഷവും ഈ ബഡ്ജറ്റ് നമുക്ക് നോക്കിയാൽ അറിയാം, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എല്ലാം ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ്. അവിടെ പുതിയതായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഒരു പദ്ധതി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇതുവരെ വെച്ചു. ടൗൺ ഹാൾ അറ്റകുറ്റപ്പണി നടത്തി തുക പാഴാക്കാതെ പൊളിച്ച് കൂടുതൽ സൗകര്യത്തോടെ പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശമുണ്ടായി. മലയോര ഹൈവേയുടെ ഐറിഷ് റോഡ് നിർമ്മിക്കുന്നതോടെ ടൗൺ ഹാളിൽ വാഹന പാർക്കിംഗ് ദുഷ്കരമാകും. എന്നാൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. വാഴവര അർബൻ PHSയുടെ കെട്ടിടം പൂർത്തീകരിക്കാൻ തുക അനുവദിക്കണമെന്ന് ജെസി ബെന്നിയും, പുളിയൻമലയിലെ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സുധർമ്മ മോഹനും ആവശ്യപ്പെട്ടു. നഗരത്തിലെ തണലിടം പദ്ധതിയെ UDF അംഗങ്ങൾ സ്വാഗതം ചെയ്തു. പ്രളയകാലത്ത് ഇടിഞ്ഞു താഴ്ന്ന അസിസിപ്പടി പീഡികപ്പുരയിടം റോഡിന് തുക അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് കൗൺസിലർ ധന്യ അനിൽ കുറ്റപ്പെടുത്തി. നഗരത്തിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് തുക അനുവദിക്കാത്തത് യുവജനങ്ങളോടും കായിക താരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് കൗൺസിലർ ഷാജി കൂത്തോടി പറഞ്ഞു. താലൂക്ക് ആശുപത്രി വികസനത്തിന് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനും തുകയില്ല. നഗരസഭാ പരിധിയിൽ കോടികളുടെ വികസനം നടപ്പിലാക്കിയ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേര് ബജറ്റിൽ പരാമർശിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും LDF കൗൺസിലർമാർ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് അവതരണ യോഗത്തിൽ UDF അംഗങ്ങൾ എത്താതിരുന്നത് ജനങ്ങളോടുള്ള അവഗണനയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ. ബജറ്റ് ചർച്ചയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താനോ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനോ പ്രതിപക്ഷ അംഗങ്ങൾക്കുണ്ടായിരുന്ന അവസരം ബജറ്റ് അവതരണ യോഗത്തിൽ എത്താതിരുന്നതോടെ നഷ്ടമായതായും അദ്ദേഹം പറഞ്ഞു. UDFന്റെ
പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കുന്ന ഫ്രാൻസിസ് ദേവസ്യ ജില്ലാ പ്രസിഡൻ്റാണ് യൂത്ത് കോൺഗ്രസിൻ്റെ. ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷവും നമ്മുടെ ഭരണസമിതി ഇരുന്നത് യു ഡി എഫിൻ്റെ ഭരണസമിതിയിൽ 3 പ്രാവശ്യവും ബജറ്റ് അവതരിപ്പിച്ചത് യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സിനി ജോസഫാണ്. അപ്പോൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് നടത്തേണ്ട കാര്യങ്ങൾ മൊത്തവും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. എന്നാൽ സ്വന്തം ചെയ്ത കാര്യങ്ങളെ പോലും മോശമാക്കുന്ന രീതിയിലോട്ടാണ് ഇന്നലെ ബഹുമാനമുള്ള മെമ്പർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ സത്യത്തിൽ സംഭവിച്ചത് നമ്മുടെ ബജറ്റ് ഇവർ ഒഴിവായ സമയം അത് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കാരണം ഇന്നലെ ബജറ്റ് അവതരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചർച്ചയിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയും അവരുടെ വാർഡിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളിൽ അതുപോലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ചർച്ച ചെയ്യാനും ഇതിപ്പോൾ ബജറ്റിൽ നമുക്കത് വന്നിരിക്കുന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ നിഷ്ക്രിയരായിട്ട് അവർ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അത് തീർച്ചയായിട്ടും അവരാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന സാഹചര്യത്തിലോട്ട് പോയത്. ഇപ്പോൾ ഉപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് ഇവിടെ ഇന്നലെ പ്രഖ്യാപിച്ച ബജറ്റിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രതിജ്ഞാബദ്ധരാണ്. അതോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ള കാര്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്ക് ഇതിപ്പം ഭരണഘടന ലംഘനം കൊണ്ടില്ല. തീർച്ചയായിട്ടും ഭരണഘടനാ ലംഘനമാണ് അവർ UDF കാണിച്ചിരിക്കുന്നത്. കാരണം ബജറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഭരണഘടനാ ലംഘനം തന്നെയാണ്. അപ്പോൾ അത് അവർ നമ്മുടെ ഈ പൊതു സമൂഹത്തോട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വ്യക്തത വരുത്തി കൊടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. തൊടുപുഴ മുട്ടത്ത് വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച കിണറിൽ എണ്ണ കലർന്നുവെന്ന് ആക്ഷേപം. പരാതികൾ ഉയർന്നതോടെ ജലവിതരണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പദ്ധതിയാണിത്. മുട്ടം പഞ്ചായത്തിലെ കണ്ണാടിപ്പാറ കരിക്കനാമ്പാറ ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിലാണ് ഓയിലിന്റെ അംശം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ കുളത്തിൽ ഓയിൽ കലർന്നതായി കണ്ടെത്തി. വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പുകളടക്കം തുരുമ്പെടുത്ത നിലയിലാണ്. ഇതോടെ ജലവിതരണം അടിയന്തരമായി നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് തോടുണ്ട്, അതുപോലെ തന്നെ മറ്റ് കുളത്തിലുമൊക്കെ ഈ വേനൽക്കാലമാകുമ്പോഴത്തേക്കുമൊക്കെ ക്ലീനിങ് ഒക്കെ നടക്കുന്നതാണ്. പക്ഷേ വാട്ടർ അതോറിറ്റി ഇത്തവണ അത് ക്ലീനിങ് വൈകിപ്പിക്കുകയും ഇത് അടിയന്തരമായി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ നടപടി ആരംഭിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രദ്വാര വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി വാട്ടർ അതോറിറ്റിയോട് പമ്പിങ് നിർത്തിവെക്കുകയും എത്രയും വേഗത്തിൽ തന്നെ ഇത് ക്ലീൻ ചെയ്ത് കുടിവെള്ളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് ഈ വെള്ളം മാറ്റണമെന്ന് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്തയിടെ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഒഴുക്കില്ലാതെ നിശ്ചലമായി കിടക്കുന്നതിനാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഭാസമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം. അടിയന്തരമായി കിണർ വൃത്തിയാക്കുന്നതിനും പരിശോധനകൾ നടത്തി മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കട്ടപ്പന കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിയിലെ വെള്ളത്തിൽ എണ്ണ പോലുള്ള ദ്രാവകം കലർന്നതായി പരാതി. 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു കഴിയുന്നത്. കട്ടപ്പന കല്ലുകുന്ന് ഭാഗത്തേക്ക് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിലാണ് എണ്ണ കലർന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. അടിയന്തരമായി കിണറും പൈപ്പ് ലൈനുകളും വൃത്തിയാക്കുന്നതിനും പരിശോധനകൾ നടത്തി മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. നമ്മളിപ്പം ഇത് സാറിന് ഇവിടെ രാവിലെയാണ് വെള്ളം വരുന്നത്. ഈ രാവിലെ വെള്ളം വന്നു കഴിഞ്ഞാൽ രാവിലെ ഇത് പിടിച്ചു വെക്കുമ്പോഴത്തേനും നമുക്കിത് ആർക്കും അറിയത്തില്ലേ വെള്ളം. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാലേ ഇതുപോലെ ഒരു സംഭവം വരുള്ളൂ. നമുക്കിവിടെ പരാതി പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ സപ്ലൈ ആണ് ഇത് നടക്കുന്നത്. അത് മുനിസിപ്പാലിറ്റി ഒന്നുമല്ല, വാട്ടർ അതോറിറ്റിയുടെയാണ്. ഇത് 30-35 കൊല്ലം മുമ്പുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് കല്ലൂന്നാല് 90% ആൾക്കാരും ഉപയോഗിക്കുന്നത് ഈ വെള്ളമാണ്. ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളമാണ് ഇപ്പം നിലവിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം വെള്ളം വരുമ്പം എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാലേ ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ കല്ലൂന്ന് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിലെല്ലാം ഇതിൻ്റെ വാർത്ത ഇട്ടു. പക്ഷേ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ പൈപ്പ് മാറി. പുതിയ പൈപ്പ് കുറേ എണ്ണം ഇത് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേന് മാറി കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളുകൾ ഇത് ഒന്ന് ഈ പൈപ്പ് ക്ലീൻ ചെയ്യാതെ പോലുമാണ് ഇത് ചെയ്തിട്ട് ഈ വെള്ളം നമ്മളിപ്പം ടാങ്കിലോട്ട് അടിച്ചു വരുന്നത് ഈ പൈപ്പിൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓയിൽ മയം മൊത്തം ഈ ടാങ്കിൽ വന്നിട്ട് ഇതുപോലുള്ള വീടുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനേ പറ്റിയില്ല.
അപ്പോൾ അത് ആർക്കും അറിയത്തില്ല. ഒരു ദിവസം പിടിച്ചു വെച്ച് ഇതുപോലെ ടാങ്ക് കിടക്കുന്ന നടന്നു കഴിഞ്ഞാൽ ഇത് അറിയത്തുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കല്ലുകുന്നേൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ കുടിവെള്ള പദ്ധതിയാണ്. വേറെ ഇവിടെ കുഴൽക്കിണറുകളോ അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികളോ ഒന്നുമില്ല. ഇതാണ് ഒരു 10-35 വർഷം മുമ്പുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണിത്. ഇത് വലിയ എണ്ണത്തിൽ നിന്നാണ് ഇതിന് വെള്ളം പമ്പ് ചെയ്യുന്നത്. പമ്പ് ചെയ്ത് കല്ലുകുന്നേൽ ടോപ്പിലുള്ള ടാങ്കിലോട്ട് അടിച്ചിട്ട് അവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം നിലവിൽ ഇതിപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. കടുത്ത വേനലിന് മുമ്പേ ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നും നാട്ടുകാർ പറഞ്ഞു. കട്ടപ്പനയിൽ സ്വർണ്ണാഭരണ വ്യാപാര സ്ഥാപനത്തിൽ മോഷണ ശ്രമം. പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ST ജുവലറിയുടെ ഭിത്തി തുരന്നാണ് മോഷ്ടാവ് അകത്ത് കയറുവാൻ ശ്രമിച്ചത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ST ജുവലറിയുടെ ഭിത്തി തുരന്നാണ് മോഷ്ടാവ് അകത്ത് കയറുവാൻ ശ്രമിച്ചത്. ജുവലറിയിലെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാനായി പിൻവശത്തെത്തിയപ്പോഴാണ് ഡ്രില്ലർ ഉപയോഗിച്ച് ഭിത്തി തുരക്കാൻ ശ്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് വിവരം മാനേജറെ അറിയിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. ആദ്യം വിചാരിച്ച ഇഷ്ടികയുടെ ഈ ചുവന്ന ചുവട്ടയുടെ പൊടിയാണെന്നാണ്. അപ്പോൾ ആ കൂടെ ഒരു സിമെൻറ്റിൻ്റെ പീസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഭിത്തിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ പറഞ്ഞൊരു 3-4 ഡ്രിൽ ചെയ്ത പാട് ഞങ്ങൾ കാണാം. അപ്പോൾ തന്നെ ഞങ്ങൾ മറ്റുള്ള കൂട്ടുകാരെ അറിയിച്ചു. പിന്നെ സ്റ്റേഷനിൽ പോയി സാറിന് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇന്നലെയൊക്കെ അത്യാവശ്യം കടയിൽ തിരക്കുള്ള സമയം, അത് ആൾക്കാർ ഈ ബാക്കിലേക്ക് പോയിട്ടില്ല. ആ ഒരു ടൈമിൽ ഫുഡ് കാണുന്നതിനൊക്കെ വേസ്റ്റ് കളയാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. വൈകുന്നേരം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ആയി വരുന്നു. ജുവലറിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിൽ നിന്ന് ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായ ജൂണോയും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഭിത്തി തുരന്ന ഭാഗത്ത് മുളകുപൊടി വിതറിയ നിലയിലാണ്. ജുവലറിയുടേത് ഉൾപ്പെടെ അടുത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കട്ടപ്പന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടനവധി മോഷണങ്ങളാണ് നടന്നിട്ടുള്ളത്. KSEB കട്ടപ്പന ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സ്ഥലം മാറ്റം. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് എഞ്ചിനീയറെ എറണാകുളത്തേക്ക് മാറ്റിയത്. വൈദ്യുതി ബോർഡ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വ്യാജരേഖയുണ്ടാക്കി സ്വകാര്യ ഭൂമിയിലൂടെ വൈദ്യുതി ലൈൻ വലിച്ച കേസിൽ ഉൾപ്പെട്ട ഒട്ടേറെ ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന KSEB കട്ടപ്പന ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയശ്രീ ദിവാകരനെയാണ് സ്ഥലം മാറ്റിയത്. KSEB ചെയർമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്ഥലം മാറ്റം. വൈദ്യുതി ബോർഡ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എറണാകുളം പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശം മറികടന്ന ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റിനെതിരെ ഈ ഉദ്യോഗസ്ഥ അനാവശ്യ നടപടിയെടുത്തതായി വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ചെയർമാൻ ശരിവെച്ച് അച്ചടക്ക നടപടിയെടുത്തത്. 2009-ൽ സ്വകാര്യ ഭൂമിയിലൂടെ അനുമതിയില്ലാതെ വൈദ്യുതി ലൈൻ വലിച്ചതിന് ഭൂ ഉടമ അന്നത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ജയശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നൽകിയിരുന്നു. ബദലായി KSEB ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയത് ഭൂ ഉടമയുടെ വ്യാജ ഒപ്പിട്ട അനുമതി പത്രമാണെന്ന ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ കോടതി വിധി ഉണ്ടായിട്ടും പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ബോർഡ് ഒരു നടപടിയും എടുത്തിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടികൾക്കെതിരെ UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്നതിലും സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KPCCയുടെ നിർദ്ദേശമനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ധർണ നടന്നത്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന് മുമ്പിലും UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച കരാറുകാർ ട്രഷറി നിയന്ത്രണം മൂലം പുതിയ കരാറുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ല. ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് EM അഗസ്തി പറഞ്ഞു. വ്യക്തമായ ശതമാനം ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറണമെന്നും ഭരണഘടനാ വ്യവസ്ഥയാണ്. അപ്രകാരം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകേണ്ട തുക കൈമാറാൻ കേരള ഗവൺമെന്റിന് കഴിയുന്നില്ല. ഗവൺമെന്റിന് മുമ്പുള്ള ഒരു സൂപ്പർവൈസറി അധികാരം ഉപയോഗിച്ച് ധനവിനിയോഗത്തിൽ കൈകടത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് കെടുകാര്യസ്ഥത മൂലം ആഡംബരവും അനാവശ്യമായ ദൂർത്തും മൂലം കേരളത്തിന്റെ സമ്പദ്ഘടന തകരാറിലാണ്. ആ സമ്പദ്ഘടന തകരാറിലായതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ ഗ്രാന്റ് വർണ്ണാനുസൃതമായി നൽകേണ്ട ഗ്രാന്റുകൾ നൽകാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഭരിക്കാനറിയാത്ത ഗവൺമെന്റിന്റെ സാമ്പത്തിക മാനേജ്മെന്റില്ലാത്ത ഗവൺമെന്റ് കെടുകാര്യസ്ഥതയാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കേരളത്തിന്റെ സമസ്ത മേഖലയിലും വികസനം വഴിമുട്ടി നിൽക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകളുടെ മാത്രമല്ല
ഗവൺമെന്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള മേഖലയിലെല്ലാം വികസന മാന്യമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ജോണി കുളമ്പള്ളി, അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, മനോജ് മുരളി, സിബി പാറപ്പായി തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ ബുധനാഴ്ച UDF അംഗങ്ങൾ ധർണ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ ബജറ്റ് അവതരണത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നെന്ന് ആരോപിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കാൻ സർക്കാർ നീക്കം നടത്തുന്നെന്ന് ആരോപിച്ചുമാണ് സമരം നടത്തുന്നത്. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ധർണ നടത്തുന്നത്. 14-ാം തീയതി ബുധനാഴ്ച 10 മണി മുതലാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ UDF അംഗങ്ങൾ ധർണ നടത്തുക. കഴിഞ്ഞ പദ്ധതി വിഹിതത്തിൽ ഫണ്ടുകളുടെ വിനിയോഗം പകുതി മാത്രമാണ് നടന്നത്. ഇതുവഴി സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ നഷ്ടമായി. അതോടൊപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള ബജറ്റാണ് ഇക്കൊല്ലം അവതരിപ്പിച്ചത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സമരം സംഘടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പദ്ധതി വിഹിതത്തിൽ വകവരുത്തിയിട്ടുള്ള ഫണ്ടുകളുടെ വിനിയോഗം എന്ന് പറഞ്ഞാൽ പകുതി പോലും വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ബഡ്ജറ്റ് UDFന്റെ മെമ്പർമാർ അംഗീകരിക്കുന്നില്ല. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ആ ബഡ്ജറ്റ് അംഗീകരിക്കുന്നില്ല. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് 14-ാം തീയതി രാവിലെ 10 മണി മുതൽ UDF മെമ്പർമാർ പഞ്ചായത്തിന്റെ പടിക്കൽ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തകർക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കുക, ട്രഷറി നിയന്ത്രണങ്ങൾ മാറ്റുക, ഡിസംബറിൽ അനുവദിക്കേണ്ട 3-ാം ഗഡു ഫണ്ട് അനുവദിക്കുക, സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും സർക്കാർ സ്വീകരിക്കുന്ന അനങ്ങാപ്പറ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുക. പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റ് 40 വർഷം മുൻപ് പൂപ്പാറയിലെ ചെറിയ കടമുറി വാങ്ങി അതിൽ താമസിച്ച് കച്ചവടം നടത്തി വന്നിരുന്ന ജാഫർ അലിയും രോഗിയായ ഭാര്യയും ഇന്ന് സങ്കടങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നത്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ഇവരുടെ ആശ്രയം. ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൂപ്പാറയിലെ കച്ചവടക്കാർ. കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഉള്ള കിടപ്പാടവും കൂടി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പൂപ്പാറ നിവാസികൾ. 40 വർഷം മുൻപ് തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നും ഉണ്ടായിരുന്ന കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം നൽകി പൂപ്പാറയിലെ ഒരു കൊച്ചു കടമുറി വാങ്ങി കുടിയേറിയതാണ് ജാഫർ അലിയും കുടുംബവും. കടയും വീടുമെല്ലാം ഈ കൊച്ചുമുറിയാണ്. രോഗിയായ ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. റവന്യൂ വകുപ്പ് കടകൾ സീൽ ചെയ്തതോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണിവർ. இதை விட்டு எங்களுக்கு காலி பண்ணி போகிறதுக்கு எங்களுக்கு இடம் இல்லை சாரே, இடம் இல்லை. இதை விட்டு போனாக்க எங்களுக்கு வழியே இல்லை. நாங்கள் சாகிறது வேற வழியே இல்லை. என் 3 பிள்ளைகளை வச்சுக்கிட்டு கொண்டுக்கிட்டு இங்கே தான் கஞ்சி குடிச்சிக்கிட்டு இருக்கிறோம், சாப்பிட்டுக்கிட்டு இருக்கோம். என் பிள்ளைங்க 3 இங்கே தான் படிக்குதுங்க. பிள்ளைய பீச்சு கட்ட கூட இப்போ காசு இல்லை. இந்த சாதனம் பூரா கேடா போயிருக்கு. சாதனம் பூரா என்ன கேடா போயிருக்கு. பூரா தக்காளி, கத்திரிக்காய், இந்த காய்கறி பூரா வீணா போயிருக்கு நேரம். വീടും കടമുറിയും ഒന്നായതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തില്ല. തൽക്കാലം താമസിക്കുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. മുന്നോട്ടുള്ള ജീവിതം ആശങ്കയുടെ നിഴലിലാണ്. வேற வழி இல்லாமல் வேற எங்கே போகணுன்னு எங்களுக்கு அறியல. வேற பொழப்பு இதுதானே, கடை தானே பொழப்பு, வீடு தாமசம், வீடு தானே தாமசம். வேற எவ்வளோ போவாலும் இது சாத்தியம் இல்லை. எவ்வளோ பொறையில் விட்டாலும் சாதனம் ரோட்டில் கிடந்தாலும் யாரும் அறியத்தில்லை. பிள்ளையாரையும் வச்சு இது எவ்வளோ போகணும்னு அறியத்தில்லை. மருந்து குடிக்கலாம் சாத்தியம் உண்டு. இது ചത്തു പോകാനോ വഴിയില്ലാതെ കൊണ്ട് വേറെ വഴിയില്ല. ഇത് കനത്ത പ്രതിഷേധം മറികടന്ന് പന്നിയാർപ്പുഴയുടെ തീരത്തെ 46 കടമുറികളും 39 വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. പൂട്ടിയ കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ നശിച്ചു പോകും മുമ്പ് വിറ്റ് തീർക്കാനുള്ള ശ്രമത്തിലാണ് പലരും. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും പുതിയതായി ഏർപ്പെടുത്തിയ മഞ്ചൽ ആംബുലൻസിന്റെ സമർപ്പണവും നടന്നു. മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു.
ഹൈറേഞ്ചിലെ മോട്ടോർ വാഹന രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെയും നടത്തിപ്പുകാരുടെയും ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമിട്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി പ്രവർത്തിച്ചു വരുന്ന സ്വതന്ത്ര സംഘടനയാണ് ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ. ജില്ലയിലെ വിവിധ മേഖലകളിലും നൂറുകണക്കിന് അംഗങ്ങളുള്ള സംഘടനയുടെ മുരിക്കാശ്ശേരി യൂണിറ്റിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും പുതുതായി ഏർപ്പെടുത്തിയ മഞ്ചൽ ആംബുലൻസിന്റെ സമർപ്പണവുമാണ് നടന്നത്. HMTA കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷത വഹിച്ച പരിപാടികൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. പല സംഘടനകൾക്കും ബോർഡുണ്ട്, പക്ഷേ പ്രവർത്തനങ്ങളില്ല. എന്താണോ ആ സംഘടനയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ രൂപം കൊടുത്തത് അതില്ല. പക്ഷേ HMTA എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇപ്പൊ 5 സ്ഥലത്ത് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം തുടങ്ങിയത് മേലച്ചിന്നാറാന്ന് പറഞ്ഞു. മേലച്ചിന്നാറിൽ അവിടെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ചെന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ചെറിയ സംഘടനകളാണെങ്കിലും അംഗത്വത്തിൽ വലുതല്ലെങ്കിലും, പക്ഷെ ഇപ്പൊ വലുതാ, ഇപ്പോ 10,000-3000 ആളുകളുണ്ട്. ചെറിയ സംഘടനയാണെങ്കിലും അവരുടെ സാന്നിധ്യം ഈ അതത് തോള അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതത് പ്രദേശങ്ങളിൽ, കരിമല അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതത് പുറ്റടി അടക്കമുള്ള പ്രദേശങ്ങളിൽ, അതത് പ്രദേശങ്ങളിൽ ആ സംഘടനയുടെ സാന്നിധ്യം അറിയിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ആ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ച ശേഷം മുരിക്കാശ്ശേരി യൂണിറ്റ് ഏർപ്പെടുത്തിയ മഞ്ചൽ ആംബുലൻസിന്റെ സമർപ്പണവും നടത്തി. വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പുലിക്കോടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് അരയത്തിനാൽ, HMTA യൂണിറ്റ് സെക്രട്ടറി ബോസ് സെബാസ്റ്റ്യൻ, യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പുളിക്കക്കുന്നേൽ, വിവിധ യൂണിറ്റ് പ്രതിനിധികളായ ബേബി മാത്യു, മുഹമ്മദ് PS, ജോൺസൺ മരോട്ടിമുട്ടിൽ, ഷാജി കുന്നേൽ, യൂണിറ്റ് ട്രഷറർ സാജൻ പ്ലാത്തോട്ടം എന്നിവർ സംസാരിച്ചു. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ട മൂലിക്കൽ കളരി സംഘത്തിന്റെ 35ാമത് വാർഷികം നടന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, വൈദികർ എന്നിവർ വാർഷിക ആഘോഷത്തിൽ പങ്കെടുത്തു. കളരി അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചാണ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കുടിയേറ്റ പ്രദേശമായിരുന്ന വെള്ളിലാങ്കണ്ടം എന്ന കൊച്ചുഗ്രാമത്തിൽ ഓലഷെഡിൽ ആരംഭിച്ച കളരി സംഘം പിന്നീട് വലിയ പ്രശസ്തിയും പ്രചാരവും നേടി മുന്നേറി. പിന്നീട് ആയിരക്കണക്കിന് ആളുകൾ ജഗതി ആശാന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. പ്രായഭേദമന്യേ സ്ത്രീകളും കുട്ടികളുമടക്കം ഇവിടെ ഇപ്പോൾ പരിശീലനം നേടുന്നുണ്ട്. കളരി സംഘത്തിലെ 35ാമത് വാർഷികത്തിൽ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്തു. തെക്കൻ വടക്കൻ മുറകൾ സമന്വയിപ്പിച്ചാണ് സൗജന്യമായി ഇവിടെ പരിശീലനം നൽകുന്നത്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിരവധി കുട്ടികൾ കളരി അഭ്യാസത്തിനായി ദക്ഷിണ സമർപ്പിച്ചു. തുടർന്ന് കളരി അഭ്യസിക്കുന്നവർ കച്ചമുറുക്കി വിവിധ കളരി പ്രകടനങ്ങളും കാഴ്ചവെച്ചു. ആയുധധാരിയും നിരായുധനുമായി ഏറ്റുമുട്ടുന്നതിന്റെ വിവിധ രൂപങ്ങൾ. വാർഷികാഘോഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളായ ജെയ്മോൾ ജോൺസൺ, സുരേഷ് കുഴിക്കാട്ട, സാലി ജോളി, ജെയിംസ് തേക്കൊമ്പേൽ, ജോമോൻ തെക്കേൽ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ PS രാജൻ, ജോർജ് ജോസഫ് പടവൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, KC സിനീഷ്, AL സതീശൻ, VR ശശി, അഭിലാഷ് മാത്യു, വൈദികരായ ഫാദർ ജോയ് നിരപ്പേൽ, ഫാദർ ജിനോ വാഴയിൽ, കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ വെച്ച് എഴുത്തുകാരൻ മോബിൻ മോഹനെയും മികച്ച കർഷകൻ റോയി ഉപ്പുട്ടിലിനെയും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും ആദരിച്ചു. വർഷങ്ങൾക്ക് മുൻപ് കളരി സംഘത്തിലേക്ക് വൈദ്യുതിയും മറ്റ് സഹായങ്ങളും നൽകിയ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന MT തോമസിന്റെ മകൻ സജി പോത്തൻ, വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. നിരവധിയായ ആളുകളാണ് കളരി സംഘത്തിന്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തത്. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഉപ്പുതറ, തവാരണ, ചീന്തലാർ വഴി തിരിച്ചുവിടാൻ സാധിക്കില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്. ഈ റോഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ പണികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കിഫ്ബി AE പാത യോഗ്യമാണോ എന്ന് പരിശോധിക്കാതെയാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചതെന്നും അധികൃതർ പറഞ്ഞു.
മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ആലടി ഭാഗത്ത് പാറ ഖനനം നടത്തി റോഡ് വീതി കൂട്ടുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി ചപ്പാത്ത പരപ്പ് റൂട്ടിൽ ആലടി മുതൽ പരപ്പ് വരെ 14-ാം തീയതി മുതൽ 28-ാം തീയതി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് കിഫ്ബി അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ഏലപ്പാറ കുട്ടിക്കാനം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പരപ്പ് ഉപ്പുതറ പുരികണ്ണി വഴി ചപ്പാത്തിലേക്കും KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പരപ്പ് ഉപ്പുതറ ചീന്തലാർ ഏലപ്പാറ വഴിയും കുട്ടിക്കാനം ഭാഗത്തു നിന്നുള്ള KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഏലപ്പാറ ചീന്തലാർ ഉപ്പുതറ പരപ്പ് വഴി തിരിഞ്ഞു പോകണമെന്നുമാണ് അറിയിപ്പ്. എന്നാൽ ഉപ്പുതറ തവാരണ ചീന്തലാർ റോഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ കോൺക്രീറ്റ് പണികൾ നടക്കുകയാണ്. അതിനാൽ അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ റോഡിൽ കർശനമായ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്വേഷിക്കുകയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പാത പരിശോധിക്കുകയോ ചെയ്യാതെയാണ് അറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ റോഡ് മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. കാരണം കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് ഈ പറയുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന 12-ാം തീയതി 14-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് പറഞ്ഞിരുന്നത്. ആ സമയങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും ഇതിലെ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ട് ദയവേത് അധികൃതർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഏലപ്പാറ നമ്മുടെ സെൻട്രൽ റോഡ് വർക്ക്സിൻ്റെ ഈ റോഡിലൂടെ തുടക്ക ഭാഗമായിട്ടുള്ള ഈ ഭാഗത്തൂടെ ഇപ്പോൾ പോകാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് അറിയുകയാണുള്ളത്. എന്തായാലും നമുക്കൊരു 10-15 ദിവസം കഴിയാതെ നമുക്ക് ഇത് ഓപ്പണാക്കി വിടാൻ സാധ്യമല്ല. കാരണം കോൺക്രീറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പൊതുജനങ്ങളോടും നിർദ്ദേശം പറയാനുള്ളത് കർശനമായിട്ട് പറയുകയാണ്. നമ്മൾ ആ റോഡ് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പുതറയിൽ നിന്ന് നമ്മുടെ ചപ്പാത്തിലോട്ട് പോകുന്ന ആളുകൾ നമുക്ക് പുരികണ്ണി വഴി ചപ്പാത്തിലോട്ട് പോകാൻ കാര്യം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കാരാട്ടിക്കോല ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ നമ്മുടെ 10 ഏക്കർ വഴി അമ്പലത്തിൻ്റെ ഇടയിൽ നിന്ന് നേരെ നമ്മുടെ സെൻട്രൽ റോഡ് വർക്ക്സിൻ്റെ ആ റോഡിലോട്ട് കയറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ട്രാഫിക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റ് നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങളൊക്കെ നമുക്കിപ്പം ഈ നമ്മുടെ ഇവിടെ ഈ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് ഇതിലൂടെ പോകാനായിട്ട് സാധിക്കത്തില്ല. അയ്യപ്പൻകോവിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തുകൾക്ക് യാതൊരുവിധ അറിയിപ്പും നൽകാതെയാണ് കിഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്തരത്തിലുള്ള അറിയിപ്പ് പുറപ്പെടുവിച്ചത്. അതേസമയം സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ കുട്ടിക്കാനം മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ മെഗാ തൊഴിൽമേള 17-ന് കോളേജിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 20ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന തൊഴിൽമേള ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് സംസ്ഥാനമൊട്ടാകെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു വരുന്നത്. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ മേളകൾ സഹായകരമാകുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം 12,000 തൊഴിൽ രഹിതർക്ക് തൊഴിൽമേളകൾ വഴി ഇതിനോടകം തൊഴിൽ നൽകുവാൻ കഴിഞ്ഞുവെന്ന് എംപ്ലോയ്മെന്റ് അധികൃതർ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ 3ാമത് മെഗാ തൊഴിൽമേള കുട്ടിക്കാനം മാർ ബെസേലിയോസ് ക്രിസ്ത്യൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 17-ാം തീയതി കോളേജിൽ വെച്ച് നടക്കുന്നതെന്ന് എംപ്ലോയ്മെന്റ് അധികൃതർ അറിയിച്ചു. സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുകയും ഗ്രാമങ്ങൾ തോറുമുള്ള അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരായവർക്ക് അതാത് ദേശത്തു തന്നെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ VB രാജേഷ് പറഞ്ഞു. സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾക്ക് പ്ലേസ്മെന്റ് കൊടുക്കുകയും നമ്മളുടെ തൊഴിൽ മേഖലയെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ തന്നെ അത് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ അതാത് സ്ഥലത്തെ എംപ്ലോയറെ കണ്ടെത്തിക്കൊണ്ട് അതാത് സ്ഥലത്തെ തൊഴിൽദാതാക്കളെ കണ്ടെത്തിക്കൊണ്ട് അവിടുത്തെ പ്രാദേശികമായ കുട്ടികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തൊഴിൽമേളകൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തി വരുന്നത്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ നടത്തുന്നത് അത്തരത്തിലുള്ള തൊഴിൽമേള 6ാമത്തെ തൊഴിൽമേളയാണ് വരുന്ന ഈ മാസം, അതായത് 2024 ഫെബ്രുവരി 17-ന് മാർ ബെസേലിയോസ് കോളേജിൽ വെച്ച് നടത്തുവാനായിട്ട് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി 20ഓളം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും. സെയിൽസ്, മാർക്കറ്റിംഗ്, ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ, ആരോഗ്യം, സോഫ്റ്റ്വെയർ, ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള തൊഴിൽദായകരാണ് മേളയിൽ പങ്കെടുക്കുക. പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. കുട്ടിക്കാനം MPC കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ VB രാജേഷ്,
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ PN വിശ്വനാഥൻ, പീരിമേഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ TS റജി തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 45ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനാഘോഷവും നടന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ മണ്ണിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നാണ് അയ്യപ്പൻകോവിൽ സെന്റ് മേരീസ് സ്കൂൾ. ഹൈറേഞ്ചിന്റെ ആദ്യകാലത്ത് കുരുന്നുകൾക്ക് അക്ഷര വിദ്യാഭ്യാസം പകർന്നു നൽകിയ സ്കൂൾ ഇന്ന് ജില്ലയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്കൂളുകളിൽ ഒന്നായി മാറി. വിദ്യാലയത്തിന്റെ 45ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനാഘോഷവുമാണ് നടന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് മോബിൻ മോഹൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം വീട്ടിൽ നിന്ന് മേടിച്ച് ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വലിയ സന്തോഷവും വൈകുന്നേരം ആഗ്രഹത്തിൽ നിന്ന് വരികയാണ്. സ്കൂള് ഓരോ പീരീഡ് കഴിയുമ്പോൾ ആ മുഹൂർത്തത്തിലേക്കുള്ള സമയം അടുത്തല്ലോ എന്നോർത്ത് വലിയ സന്തോഷം. വൈകുന്നേരത്തെ അവസാനത്തെ വെല്ലുവിളിച്ച് ഊട്ടി കാടിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് കീശ തപ്പി നോക്കുമ്പോഴാണ് അറിയുന്നത് ആ 20 രൂപയിൽ എവിടെ നഷ്ടപ്പെട്ടു. വിദ്യാഭ്യാസത്തിന് അങ്ങനെ കൂടി ചില പ്രത്യേകതകൾ കിട്ടാതിരിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ വിദ്യാഭ്യാസം കൂടുതൽ ശക്തമായി മാറുന്നത്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബിൾ പൊടിമറ്റത്തിൽ, പ്രിൻസിപ്പൽ ജോസ് സെബാസ്റ്റ്യൻ, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ത്രസ്യാമ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജോറി, PTA പ്രസിഡന്റ് റോയി എബ്രഹാം എന്നിവർ സംസാരിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ചിയാർ നരിയൻപാറ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. 15-ാം തീയതി വരെയാണ് ഉത്സവം നടക്കുക. തിരുവുത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ, തിരുവാഭരണ ഘോഷയാത്ര, താലപ്പൊലി ഘോഷയാത്ര തുടങ്ങിയവ നടക്കും. കൊടിയേറ്റുകർമ്മത്തിന് മുന്നോടിയായി തൊവരിയാർ നെടുമങ്ങാട്ട് രാജേഷ് നാരായണന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച അമ്പലത്തിലേക്ക് കൊടിമര ഘോഷയാത്ര നടന്നു. തുടർന്നാണ് കൊടിയേറ്റുകർമ്മം നടന്നത്. ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ എത്തിച്ചേർന്ന് വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷം നമ്മുടെ കുംഭഭരണി മഹോത്സവം ആരംഭിച്ചിരിക്കുന്നത്. 3-ാം ദിവസം ഭരണി നാളിൽ മഹാപ്രസാദമൂട്ട്, അതുപോലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള മഹാഘോഷയാത്രയെല്ലാമാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉത്സവം നാടിന്റെ മഹോത്സവമായി മാറുന്ന ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടിമരച്ചുവട്ടിൽ പറയിടിയിൽ ദേവിക്ക് അംശം സമർപ്പിക്കൽ, രാത്രി 7:30 മുതൽ കൈകൊട്ടിക്കളി എന്നിവ നടന്നു. ബുധനാഴ്ച പ്രത്യേക പൂജകൾ, പറയിടിയിൽ ചെണ്ടമേള അരങ്ങേറ്റം, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 15-ാം തീയതി പറ വഴിപാട്, കലശപൂജ, ദേവിക്ക് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, 6-ന് മഹാഘോഷയാത്ര, 7-ന് മതപ്രഭാഷണം, 9-ന് തീവ്രം ബാൻഡ് മ്യൂസിക്കൽ മെഗാ ഷോ എന്നിവയും നടക്കും. KK തങ്കപ്പൻ കല്ലൂരാത്ത, സുരേഷ് കുഴിക്കാട്ട, NN രാജേഷ്, ചന്ദ്രൻ PP, KK ബാബു കല്ലൂരാത്ത, KK മധു കുന്നേൽ, സോനു മഹേശൻ കൊടകശ്ശേരിൽ, ജയകുമാർ, സജി PT, അഖിൽ രാജ്, R പ്രകാശ് മംഗലത്ത് എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. അരിക്കൊമ്പനെ നാട് കടത്തിയിട്ടും ചിന്നക്കനാലിലെ കാട്ടാന ഭീതി വിട്ടൊഴിയുന്നില്ല.
ഏതാനും വർഷങ്ങളായി കാട്ടാന ആക്രമണം മേഖലയിൽ അതിരൂക്ഷമാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 ജീവനാണ് ഇവിടെ കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. எங்கள் அப்பா தான் எனக்கு சின்ன பிள்ளையிலேருந்தே இந்த 17 வருஷமாக எங்கள் அப்பா தான் எங்களை பார்த்துக்கிட்டு இருந்தார். பர்த்தா இல்லை. ஆனால் என் பிள்ளைகளை இப்போ 17 வருஷமாக எங்கள் அப்பா தான் வேலை செஞ்சு அன்னாடு கூலி வேலை செஞ்சு தான் காப்பாற்றினார். என் சொந்த காட்டில் வேலை இருக்குன்னு செய்ய போயில ஆணை மிதிச்சிருச்சு எங்கள் அப்பாவை. எனக்கு என் பிள்ளைகளுக்கு யாரும் எந்த உதவியும் இல்லாமல் இருக்கு. ആഴ്ചകൾക്ക് മുൻപാണ് ലൂർദ് മേരിയുടെ അച്ഛൻ സൗന്ദർരാജിനെ ചിന്നക്കനാൽ ബിയിൽ റാമിൽ വെച്ച് കാട്ടാന ആക്രമിച്ചത്. സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം. തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചു. ഭർത്താവ് ഉപേക്ഷിച്ച ലൂർദ് മേരിക്കും 2 മക്കൾക്കും ഏക ആശ്രയമായിരുന്നു സൗന്ദർരാജ്. மூத்த மகன் மாத்திரம் பணிக்கு போகும், கூலி பணிக்கு போகும். என்னால் வேலை செய்ய முடியாது, எனக்கு சுகம் இல்லை. അറിയില്ല, മകനോട് தான் കേൾക്കണം. കൊച്ചുമകന്റെ കൺമുൻപിൽ വെച്ചാണ് സൗന്ദർരാജിനെ കാട്ടാന ആക്രമിച്ചത്. ആനക്കലിയിൽ മുത്തശ്ശൻ പിടിയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു ചെറുമകന്. அன்னைக்கு வேலை முடிச்சு மண் வேலை முடிச்சு வரையில தான் யானையை படுதாக்குழிக்கிட்ட தண்ணி குடிச்சிக்கிட்டு இருந்துச்சு. அப்போ தான் பார்த்தோம். அங்கிட்டு ஓடணும். அவர் தாத்தாவை அங்கிட்டு கூப்பிட்டேன். அவர் இந்த கையை பிடிச்சிங்கிட்டு அவரை இழுத்துட்டு வந்துட்டாரு. யானை மேலே தானே நிற்கி, நம்ம அப்படி கூடி அக்கறை ஓடி போயிடுவோம்ட்டு இப்படி கூட்டிகிட்டு வந்துட்டு தான் பின்ன யானை எங்களையும் பார்த்துருச்சு. படுதாக்குழி கிட்ட வச்சு எங்கள் பின்னாடியே வந்து எங்களையும் துரத்துச்சு. நாங்கள் ஓடிட்டோம். பின்ன திருப்பி தாத்தா திருப்பி வந்தார். யானை நிற்கிறது நாங்கள் பார்க்கல. திருப்பி வரையில் நான் பார்த்துட்டேன், அவர் பார்க்கல. யானையை பார்த்தோன்னே சில போல் நட்டுக்க நின்றுட்டார். ஓட முடியலை. அந்த ஒன்று தான் நின்ன பிறகு தான் யானை வந்து என்ன துரத்துச்சு. நான் கீழே ஓடிட்டேன். திருப்பி அவரை முட்டி தள்ளி கீழே 2 கையை இப்படி பிடிச்சி தூக்கி வீசிட்டு திருப்பி யானை போன பிறகு நான் திருப்பி அவரை தூக்க போனேன். திருப்பி யானை என்னையை விரட்டினால நான் அண்ணனுக்கு ஃபோன் பண்ணி சொல்லிட்டேன். ஏன்னா இந்த மாதிரி யானை மீச்சு போட்டுச்சு. என்ன திருப்பி துரத்துன பிறகு தான் அவர் மேலே மரத்தை சாய்ச்சி போட்டது. நான் திருப்பி 5 ஏக்கர் இறங்கி கீழே அப்படியே ரோட்டுக்கு வந்துட்டேன். കഴിഞ്ഞ മാസം പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമളവും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അരിക്കൊമ്പന്റെ ശല്യം ഒഴിവായെങ്കിലും ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതിയായിട്ടില്ല. അരിക്കൊമ്പനെ മാറ്റുന്നതിനൊപ്പം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു സുരക്ഷാ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടുമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകെ 91, വിൽപ്പനയ്ക്ക് വന്നത് 19,449, വിൽപ്പന നടന്നത് 19,023. കൂടിയ വില 1,793, ശരാശരി വില 1,540. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,760 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ
KG's Jewelry, കോട്ടയം കട, since 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കാട്ടാന ആക്രമണമടക്കമുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുമ്പോൾ താൽക്കാലിക വനം വകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിട്ട് DFOയുടെ ഉത്തരവ് വ്യക്തമാക്കുന്നത് RRT, സെന്റർ നഴ്സറി, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള വാച്ചർമാരെ പിരിച്ചുവിടുമെന്ന്. താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാനുള്ള നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടതു നേതാക്കൾ. തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച യുവാവിന്റെ പരാക്രമം. ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മുട്ടം സ്വദേശി പ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് 21-ന് കട്ടപ്പനയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ. കട്ടപ്പനയിലെത്തുന്ന ജാഥയ്ക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകും. സമ്മേളനത്തിൽ 15,000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കുമെന്നും നേതൃത്വം. കട്ടപ്പന നഗരസഭാ ബജറ്റ് ഭരണസമിതി പാസാക്കി. നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന UDF കൗൺസിലർമാർ. എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്ന് LDFന്റെ ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.